നമസ്കാരം. മധ്യകാല ഇന്ത്യയുടെ ചരിത്രരേഖകളിൽ ഇന്ന് മായാത്ത മുറിവായി അവശേഷിക്കുന്ന ഒന്നാണ് ജിസിയ എന്ന നികുതി സമ്പ്രദായം. ഇതൊരു സാധാരണ നികുതിയല്ല. ഒരു ജനതയെ അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ മാത്രം വേട്ടയാടാനും സാമ്പത്തികമായി തകർക്കാനും ഉപയോഗിച്ചിരുന്ന ആയുധമായിരുന്നു. ഭാരതത്തിന്റെ മണ്ണിൽ അധിനിവേശം നടത്തിയ വിദേശ ഭരണാധികാരികൾ ഇവിടുത്തെ തനത് സംസ്കാരത്തെയും ഹിന്ദു ജനതയെയും അടിച്ചമർത്താനാണ് ഈ മാർഗം സ്വീകരിച്ചത്. സ്വന്തം പൂർവികരുടെ മണ്ണിൽ സമാധാനമായി ജീവിക്കാൻ പോലും മറ്റൊരു മതത്തിന് കപ്പ നൽകേണ്ടി വന്ന ആ കാലഘട്ടം മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഒരു വലിയ ചരിത്രമാണ് നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നത്. ജിസിയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സംരക്ഷണ നികുതി എന്നാണ്. എന്നാൽ ആരിൽ നിന്നാണ് ഈ സംരക്ഷണം? ഇസ്ലാമിക ഭരണകൂടം തന്നെ നൽകുന്ന ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് തന്നെ പണം നൽകേണ്ടി വരുന്ന വിചിത്രമായ അവസ്ഥയായിരുന്നു ഇത്. മുസ്ലിങ്ങൾ അല്ലാത്തവർ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ, ഈ ഭരണകൂടത്തിന് കീഴിൽ രണ്ടാം തരം പൗരന്മാരായോ അല്ലെങ്കിൽ അടിമകളായോ ആണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. തങ്ങളുടെ മതം ഉപേക്ഷിച്ച് ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറാകാത്തവർക്ക് മേൽ ചുമത്തപ്പെട്ട ഈ ഭാരം ഒരു ജനതയുടെ മാനസികമായി തളർത്താനുള്ള ആസൂത്രിതമായ നീക്കമായിരുന്നു. ഈ നികുതി സമ്പ്രദായത്തിന്റെ ഏറ്റവും വലിയ ക്രൂരത അത് നൽകുന്ന രീതിയിലായിരുന്നു. ചരിത്രകാരന്മാരായ സിയാവുദ്ദീൻ ബറാനി രേഖപ്പെടുത്തിയതനുസരിച്ച് ജിസിയ നൽകുമ്പോൾ ഹിന്ദുക്കൾ അങ്ങേയറ്റം അപമാനിതരാകണം എന്നതായിരുന്നു നിയമം. നികുതി പിരിക്കുന്ന ഉദ്യോഗസ്ഥന് മുൻപിൽ കുനിഞ്ഞു നിൽക്കണമെന്നും ഭരണകൂടത്തിന്റെ മേൽക്കോയ്മ അംഗീകരിച്ചു കൊടുക്കണമെന്നും നിർബന്ധമായിരുന്നു. പണം നൽകാൻ കഴിയാത്തവരെ ക്രൂരമായ ശാരീരിക പീഡനങ്ങൾക്കിരയാക്കുകയും അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. ഇതൊരു നികുതിയേക്കാൾ ഉപരി ഒരു മതവിഭാഗത്തെ പരസ്യമായി അപമാനിക്കാനുള്ള മാർഗമായിരുന്നു. സാമ്പത്തികമായ ചൂഷണം ജിസിയയുടെ മറ്റൊരു പ്രധാന വശമായിരുന്നു. സാധാരണക്കാരായ കർഷകർക്കും കച്ചവടക്കാർക്കും താങ്ങാൻ കഴിയാത്തത്ര വലിയ തുകയാണ് പലപ്പോഴും ഈ ഇനത്തിൽ ഈടാക്കിയിരുന്നത്. പണമില്ലാത്തവർക്ക് തങ്ങളുടെ കൃഷിഭൂമിയും കന്നുകാലികളെയും ഉപേക്ഷിക്കേണ്ടി വന്നു. കുടുംബം പോറ്റാൻ വഴിയില്ലാതെ വന്ന പലരും പട്ടിണിയിലേക്ക് തള്ളപ്പെട്ടപ്പോൾ ഭരണാധികാരികൾ അതെല്ലാം ആസ്വദിക്കുകയായിരുന്നു. ഒരു വശത്ത് ദാരിദ്ര്യം പടരുമ്പോൾ മറുഭാഗത്ത് അധിനിവേശക്കാരുടെ ഖജനാവ് ഹിന്ദുക്കളുടെ വിയർപ്പും കണ്ണീരും കൊണ്ട് നിറയുകയായിരുന്നു. മതപരിവർത്തനത്തിനുള്ള ഒരു പ്രധാന ഉപാധിയായി ജിസിയ നിയോഗിക്കപ്പെട്ടു. നികുതിയുടെ ഭാരം താങ്ങാൻ കഴിയാത്ത ദരിദ്രരായ ഹിന്ദുക്കളെ ലക്ഷ്യമിട്ട് മതം മാറിയാൽ നികുതിയിൽ നിന്ന് ഒഴിവാക്കാമെന്ന വാഗ്ദാനം നൽകിയിരുന്നു. അതായത് വിശപ്പിനും ദാരിദ്ര്യത്തിനും മുന്നിൽ തോറ്റുപോയി സ്വന്തം വിഭാഗം ഉപേക്ഷിക്കേണ്ടി വന്നവരുടെ വലിയൊരു ചരിത്രം ഇതിന് പിന്നിലുണ്ട്. ഭക്തി കൊണ്ടോ വിശ്വാസം കൊണ്ടോ അല്ല, മറിച്ച് ജീവൻ നിലനിർത്താനും പട്ടിണി മാറ്റാനും വേണ്ടി പലരും മതം മാറാൻ നിർബന്ധിതരായി. ഇത് ഇസ്ലാമിക അധിനിവേശത്തിന്റെ ഏറ്റവും വലിയ കുടിലമായ മുഖമാണ് വെളിപ്പെടുത്തുന്നത്. ഇന്ത്യയുടെ മുഗൾ ഭരണാധികാരികളിൽ ഔറംഗസീബിന്റെ കാലത്താണ് ജിസിയയുടെ പേരിൽ ഏറ്റവും കൂടുതൽ വിദ്വേഷം ഏറ്റുവാങ്ങിയത്. അക്ബർ നിർത്തലാക്കിയ ഈ നികുതി ഔറംഗസീബ് വീണ്ടും നടപ്പിലാക്കിയത് തന്റെ മതഭ്രാന്ത് തെളിയിക്കാനായിരുന്നു. കാശിയിലെയും മധുരയിലെയും ക്ഷേത്രങ്ങൾ തകർത്തതിനൊപ്പം ഹിന്ദുക്കളെ സാമ്പത്തികമായി നശിപ്പിക്കാൻ അദ്ദേഹം ഈ നികുതി ഉപയോഗിച്ചു. ഇത് ഭാരതീയ സംസ്കാരത്തിന് മേൽ നടന്ന ഏറ്റവും വലിയ കടന്നാക്രമണങ്ങളിൽ ഒന്നായിരുന്നു. രാജ്യം മുഴുവൻ ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർത്തിയെങ്കിലും സൈനിക കരുത്ത് ഉപയോഗിച്ച് അത് അടിച്ചമർത്തപ്പെട്ടു. ജിസിയ നൽകുന്നവർക്ക് ലഭിക്കുന്ന സംരക്ഷണം എന്നത് വെറും മിഥ്യയായിരുന്നു. നികുതി കൃത്യമായി നൽകിയവർ പോലും പലപ്പോഴും ഭരണകൂടത്തിന്റെ അതിക്രമങ്ങൾക്ക് ഇരയായി. അവരുടെ ക്ഷേത്രങ്ങൾ തകർക്കുന്നതിനോ മതപരമായ ചടങ്ങുകൾ തടസ്സപ്പെടുത്തുന്നതിനോ ഈ നികുതി ഒരു തടസ്സമായിരുന്നില്ല. പണം വാങ്ങിയ ശേഷം അവരെ പീഡിപ്പിക്കുന്നത് തുടരുന്ന രീതിയായിരുന്നു പല ഭരണാധികാരികളും പിന്തുടരുന്നത്. ഇത് ജനതയെ സംബന്ധിച്ചിടത്തോളം ഇരട്ട പ്രഹരമായിരുന്നു. പണവും പോയി, അന്തസ്സും സംരക്ഷണവും ലഭിച്ചതുമില്ല. ഭാരതത്തിന്റെ ആത്മീയവും സാംസ്കാരികമായ ഔന്നത്യത്തെ തകർക്കുക എന്നതായിരുന്നു ജിസിയയുടെ ആത്യന്തിക ലക്ഷ്യം. ഒരു ജനതയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തടയുന്നതിലൂടെ അവരുടെ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കുന്നത് തടയാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാതാക്കാനും അധിനിവേശക്കാർക്ക് കഴിഞ്ഞു. വിജ്ഞാനത്തിന്റെ കേന്ദ്രങ്ങളായിരുന്ന നമ്മുടെ മഠങ്ങളും പാഠശാലകളും സാമ്പത്തിക പ്രതിസന്ധി മൂലം അടച്ചുപൂട്ടേണ്ടി വന്നു. അങ്ങനെ ആസൂത്രിതമായ ഒരു വലിയ സംസ്കാരത്തെ വിസ്മൃതിയിലേക്ക് തള്ളാനാണ് ഈ നികുതി വഴി ശ്രമിച്ചത്. ഇന്നത്തെ ലോകത്ത് നാം സംസാരിക്കുന്ന മനുഷ്യാവകാശങ്ങളുടെയും മതസ്വാതന്ത്ര്യത്തിന്റെയും കടയ്ക്കൽ കത്തിവെക്കുന്നതായിരുന്നു ഈ സമ്പ്രദായം. സ്വന്തം ദൈവത്തെ ആരാധിക്കുന്നതിനും മറ്റൊരു മതത്തിന് നികുതി നൽകേണ്ടി വരുന്നതിനേക്കാൾ വലിയൊരു ദുരന്തം വേറെയില്ല. ജിസിയ എന്ന നികുതി സമ്പ്രദായം കേവലം സാമ്പത്തികമായ ഒരു ഭാരം എന്നതിലുപരി ഭാരതീയരുടെ ആത്മവീര്യത്തെയും അഭിമാനത്തെയും തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു ആസൂത്രിത മനഃശാസ്ത്ര യുദ്ധമായിരുന്നു എന്ന് നാം തിരിച്ചറിയണം. സ്വന്തം മണ്ണിൽ സ്വന്തം ദേവീദേവന്മാരെ ആരാധിക്കാനുള്ള അവകാശത്തിനായി വിദേശ അധിനിവേശ ശക്തികൾക്ക് കപ്പം നൽകേണ്ടി വരിക എന്നത് ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം മരണതുല്യമായ അപമാനമായിരുന്നു. ഈ നികുതി ഈടാക്കുന്ന രീതി പോലും അങ്ങേയറ്റം ക്രൂരമായിരുന്നു. നികുതി നൽകുന്ന ഹിന്ദു പൗരൻ ഭരണകൂടത്തിന് മുന്നിൽ വിനീതനായി നിൽക്കണമെന്നും താൻ ഇസ്ലാമിക നിയമങ്ങൾക്ക് വിധേയനാണെന്ന് പരസ്യമായി സമ്മതിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. പണം നൽകാൻ
നൽകാൻ കഴിയാത്ത ദരിദ്രരായ കർഷകരെയും സാധാരണക്കാരെയും ക്രൂരമായ ശാരീരിക പീഡനങ്ങൾക്ക് ഇരയാക്കുകയും അവരുടെ കുടുംബാംഗങ്ങളെ അടിമകളായി വിൽക്കുകയും ചെയ്യുന്ന രീതി പല അധിനിവേശ ഭരണാധികാരികളും പിന്തുടർന്നിരുന്നു. പട്ടിണി കിടന്നാലും സ്വന്തം ധർമ്മം കൈവിടാത്ത ലക്ഷക്കണക്കിന് പൂർവികരുടെ കണ്ണീരും വിയർപ്പുമാണ് ഈ നികുതി പണത്തിലൂടെ വിദേശ ഖജനാവുകളിലേക്ക് ഒഴുകിയത്. ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കുന്നതിനോ പുതിയ വിദ്യാലയങ്ങൾ തുടങ്ങുന്നതിനോ ഉള്ള സാമ്പത്തിക സ്രോതസ്സുകൾ ഈ നികുതിയിലൂടെ തടയപ്പെട്ടപ്പോൾ ഭാരതത്തിന്റെ വിജ്ഞാന പാരമ്പര്യത്തെയും സാംസ്കാരിക തനിമയും വേരോടെ പിഴുതെറിയാനാണ് അവർ ശ്രമിച്ചത്. ഓരോ രൂപയും ജിസിയയായി നൽകുമ്പോഴും തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ നമ്മുടെ പൂർവികർ അനുഭവിച്ച ആത്മസംഘർഷ വാക്കുകൾക്ക് അപ്പുറമാണ്. ഭാരതത്തിന്റെ ആത്മീയ ചൈതന്യത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമിച്ച ഇസ്ലാമിക ഭരണകൂടങ്ങളുടെ ഈ വിവേചനപരമായ നയം ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു മതപരമായ വർണ്ണവിവേചനമായി ഇന്നും അവശേഷിക്കുന്നു. വരും തലമുറകൾ ഈ ചരിത്ര സത്യങ്ങൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ധർമ്മം വീണ്ടെടുക്കാൻ അത്യാവശ്യമാണ്. മധ്യകാലഘട്ടത്തിലെ ഇത്തരം ക്രൂരതകൾ മറച്ചുവെക്കാൻ പല ചരിത്രകാരന്മാർ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും സത്യമെന്നും പുറത്തുവരും. ജിസിയ എന്നത് കേവലം ഒരു സാമ്പത്തിക ഇടപാടല്ല, മറിച്ച് മതപരമായ വർണ്ണവിവേചനത്തിന്റെ ആദ്യ രൂപമായിരുന്നു. ചരിത്രത്തിലെ ഇത്തരം കറുത്ത പാഠങ്ങൾ നാം ഓർത്തിരിക്കേണ്ടത് വർത്തമാനകാലത്തെ നമ്മുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. സത്യസന്ധമായ ചരിത്രബോധം വളർത്തിയെടുക്കുന്നതിലൂടെ മാത്രമേ ഭാവിയിൽ ഇത്തരം വിവേചനങ്ങൾ ഉണ്ടാകാതെ കാക്കാൻ നമുക്ക് കഴിയൂ. ഭാരതത്തിന്റെ തനിമയും ഹിന്ദു സംസ്കാരത്തെയും തകർക്കാൻ ശ്രമിച്ച എല്ലാ ശക്തികൾക്കും മുമ്പിൽ നമ്മുടെ പൂർവികർ സഹിച്ച ത്യാഗത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ജിസിയയുടെ ചരിത്രം. നിശബ്ദമാക്കപ്പെട്ട ആ വേദനയുടെ കഥകൾ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയേണ്ടത് നമ്മുടെ കടമയാണ്. ചരിത്രത്തിന്റെ ഈ കറുത്ത ഏടുകൾ നാം ചർച്ച ചെയ്യുമ്പോൾ അത് കഴിഞ്ഞുപോയ കാലത്തെ സാമ്പത്തിക കണക്കുകൾ പരിശോധിക്കലല്ല, ഭാരതീയ സംസ്കാരം നേരിട്ട ഏറ്റവും വലിയ അതിജീവന പോരാട്ടത്തെ സ്മരിക്കുക കൂടിയാണ്. ജിസിയ എന്ന ഈ മതപരമായ വിവേചനം നമ്മുടെ പൂർവികർക്ക് മേൽ അടിച്ചേൽപ്പിച്ചത് പണമോ സ്വത്തോ കവരാൻ മാത്രമല്ല, സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള സനാതന ധർമ്മത്തെ അപമാനിക്കാനും ഇല്ലാതാക്കാനുമായിരുന്നു. ഓരോ നിമിഷവും സ്വന്തം വിശ്വാസം മുറുകെ പിടിക്കാൻ നികുതി നൽകേണ്ടി വന്ന ആ കാലഘട്ടം മനുഷ്യാവകാശങ്ങളുടെ ലംഘനമായിരുന്നു എന്ന് ആധുനിക ലോകം തിരിച്ചറിയേണ്ടതുണ്ട്. അധിനിവേശ ഭരണാധികാരികൾ വിതച്ച ഈ വിദ്വേഷത്തിന്റെ വിത്തുകൾ നമ്മുടെ സാമൂഹിക ഘടനയിൽ ഏൽപ്പിച്ച മുറിവുകൾ ഇന്നും പൂർണ്ണമായി ഉണങ്ങിയിട്ടില്ല. സത്യസന്ധമായ ചരിത്രം വളച്ചൊടിക്കാനും ഇത്തരം ക്രൂരതകളെ വെളുപ്പിച്ചെടുക്കാനും പല കോണുകളിൽ നിന്ന് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എങ്കിലും മണ്ണടിഞ്ഞ ക്ഷേത്രങ്ങളും പീഡിപ്പിക്കപ്പെട്ട ജനതകളുടെ വിലാപങ്ങളും ചരിത്രരേഖകളിൽ നിന്നും സാക്ഷിയായി അവശേഷിക്കുന്നു. നമ്മുടെ വരും തലമുറകൾ ഈ ചരിത്ര സത്യങ്ങൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം സ്വന്തം ചരിത്രത്തെക്കുറിച്ച് ബോധമില്ലാത്ത ഒരു ജനതയ്ക്ക് തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയില്ല. ഭാരതത്തിന്റെ ആത്മവീര്യത്തെ തകർക്കാൻ ശ്രമിച്ച എല്ലാ ശക്തികൾക്കും മുമ്പിൽ തലകുനിക്കാതെ സ്വന്തം ധർമ്മം കാത്തുസൂക്ഷിച്ച നമ്മുടെ പൂർവികരുടെ ത്യാഗത്തെ നാം ആദരിക്കണം. ജിസിയ പോലുള്ള കാടൻ നിയമങ്ങൾ വഴി ഒരു ജനതയെ രണ്ടാം തരം പൗരന്മാരാക്കി കണക്കാക്കി ഇസ്ലാമിക ഭരണകൂടങ്ങളുടെ വിവേചനപരമായ മുഖം ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ ചരിത്രബോധം നമ്മെ കൂടുതൽ കരുത്തരാക്കുകയും നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും അഭിമാനത്തോടെ ചേർത്ത് പിടിക്കാൻ പ്രചോദനമാക്കുകയും ചെയ്യട്ടെ. വെബ് ഡെസ്ക് തത്വമൈ TV.